التمسك بالأثر نجاه. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസ, കർമ്മ, ആചാര കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അൽ അർബഊൻ അൻ നവവിയ എന്ന പേരിൽ പ്രസിദ്ധമായ ഇമാം നവവി റഹിമഹുള്ളയുടെ 40 ഹദീസുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസിന്റെ കിതാബ് വായിച്ച് മനസ്സിലാക്കാനാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു തൗഫീഖാണ് സഹോദരങ്ങളെ ഈ ഒരു ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ അവൻ നമുക്ക് ഈ ഒരു അവസരം നൽകി എന്നുള്ളത്. നമ്മൾ ശരിക്കും ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ നേരിട്ട് വന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ ലോകത്ത് ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. പലർക്കും അത്തരം അവസരങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എത്രത്തോളം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും മലയാളം മാത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സദസ്സുകൾ അവിടെ അവർക്ക് ലഭിക്കാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖാണ് നമുക്കിതിനൊരു അവസരം ലഭിച്ചു. ഇത് പഠിക്കാനുള്ള ഒരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയെന്നുള്ളത്. കാരണം വ്യത്യസ്ത തിരക്കുകളിലും അങ്ങനെയുള്ള ജോലി തിരക്കുകളിലും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ അതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിക്ക് അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. ആ ശുക്ർ കാണിക്കുന്ന ഏറ്റവും വലിയ രീതി എന്ന് പറയുന്നത് ഈ സമയം പരമാവധി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഒരുപാട് ഹദീസ് ഒരുമിച്ച് പഠിക്കുക എന്നുള്ള സമയത്ത് ക്ഷീണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊന്ന് ക്ഷമിക്കുക. 2 ദിവസം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ പൂർണ്ണമായി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മുടെ ഈ ആയുഷ്കാലത്തിൽ തന്നെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള 2 ദിവസത്തിനാണ് നമ്മൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഇരിക്കുന്ന സമയം മുഴുവനും ഇബാദത്തിലാണ്, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയം അത്രയും ഇബാദത്തിലാണ് എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയ മജ്ലിസാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാലോകരോട്, മലായിക്കത്തുകളോട് പുകഴ്ത്തി പറയുന്ന മജ്ലിസുകളാണ് ദുനിയാവിൽ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന മജ്ലിസുകൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇത്തരം സദസ്സുകൾ തേടിപ്പിടിച്ച് അന്വേഷിച്ച് അവിടെ വന്നിരിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യുമെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്. സഹോദരങ്ങളെ, തീർച്ചയായും ഇതിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് ഒരു നിസ്സാരമായ കാര്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. الحديث الثامن 8ാമത്തെ ഹദീസ് عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى رواه البخاري ومسلم. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സഹീഹായ ഹദീസാണിത്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അവർ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർ സാക്ഷ്യം വഹിക്കും വരെയും അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വയുഖീമുസ്സലാ, അതുപോലെ അവർ നിസ്കാരം നിലനിർത്തുന്നവരെയും വയുത്തുസ്സകാ, അതുപോലെ അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുവോളം.
ഫൈദാ ഫഅലു ദാലിക്, അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരുടെ സമ്പത്തും അവരുടെ രക്തവും എന്നിൽ നിന്നും അവർക്ക് സുരക്ഷിതരായിരിക്കും. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ന്യായപ്രകാരമുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വേണ്ടിയല്ലാതെ. വഹിസാബുഹും അലല്ലാഹി തആല, അവരുടെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലായിരിക്കും. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ ഹദീസിന്റെ പാഠങ്ങൾ. 5 പാഠങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെ കുറിച്ചാണ്. കാരണം ഈ ഹദീസിൽ ഉമിർതു അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ ഹദീസിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തേത് ഇസ്മത്തുദ്ദിമ, രക്തത്തിന് പവിത്രതയുണ്ട്. മുസ്ലിമീങ്ങളുടേതാകട്ടെ അവരോട് കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഇതര മതസ്ഥരുടേതാകട്ടെ ഇസ്ലാം അവരുടെ രക്തത്തിന് പവിത്രത നൽകിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതും ഈ ഹദീസിൽ പറയുന്ന കാര്യമാണ്. മൂന്നാമത്തേത് ഇസ്മത്തുൽ അംവാൽ, സമ്പത്തിന് പവിത്രതയുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തേത് അൽ മുആമലതു ഫിദ്ദുനിയ ബിദ്ദാഹിർ, ദുനിയാവില് ആളുകളോടുള്ള ഇടപാട് അവരുടെ ബാഹ്യമായ പെരുമാറ്റത്തിനനുസരിച്ചായിരിക്കും. അഞ്ചാമത്തേത് അൽ ഹിസാബു ഇൻദല്ലാഹി അലൽ ബാത്തിനി വദ്ദാഹിർ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള വിചാരണ നമ്മുടെ ഹൃദയങ്ങളുടെ അന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും നമ്മുടെ ബാഹ്യമായി ചെയ്ത കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. എന്തിനാണ് ഈ വിഷയം ഈ ഹദീസിൽ കൈകാര്യം ചെയ്യുന്നത്? കാരണം ഈ ഹദീസ് നേർക്കുനേരെ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉമിർതു അൻ ഉഖാതില അന്നാസ്, ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിരുപാധികമായി എപ്പോഴും എവിടെയും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് പ്രത്യേക നിബന്ധനകളോ പ്രത്യേകമായ ഒരു ചട്ടക്കൂടുകളോ ഒന്നുമില്ല എന്ന ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കും. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്നുള്ളത് ചുരുങ്ങിയ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ജിഹാദിനെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിലെ മഹത്തരമായ ഇബാദത്തിനെ കുറിച്ച് ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ പരത്തുന്ന, ഖുർആനിലുള്ള യുദ്ധവേളയിൽ മാത്രം ചെയ്യേണ്ടതായ ആയത്തുകളെ ദീനുൽ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മതമാണ് എന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ജിഹാദിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ജിഹാദ് എത്രമാത്രം കൃത്യതയോടുകൂടിയും പരിപാവനവുമാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. സഹോദരങ്ങൾ, ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഹാദ് 2 രൂപത്തിലുള്ള ജിഹാദ് ഉണ്ട്. അതിലൊന്ന് അൽ ജിഹാദു ലിയമൂത ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുവാനുള്ള ജിഹാദാണ്. രണ്ടാമത്തേത് അൽ ജിഹാദു ലിയഹ്യ ഫീ സബീലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടുള്ള ജിഹാദിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ഒരു ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ആളുകൾ തന്നെയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ പാലിച്ചു പോകണമെങ്കിൽ നമ്മൾ സ്വന്തം നഫ്സിനോട്, ദേഹേച്ഛകളോട് നമ്മൾ ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. നല്ല ക്ഷമ നമുക്ക് വേണ്ടതുണ്ട്. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ദേഹേച്ഛകൾ തന്നെ ഉറക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെതിരെ ജിഹാദ് ചെയ്തുകൊണ്ടാണ് അവൻ യഥാർത്ഥത്തിൽ സുബഹിക്ക് എഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ദീനുൽ ഇസ്ലാമിൽ ഓരോ കർമ്മങ്ങളും അവൻ ചെയ്യുന്നത് ആ ജിഹാദ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളുണ്ട്. അതിലേക്ക് സദാ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പെട്ടത് പിശാചിന്റെ ദുർബോധനങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളായ ആളുകൾ നമ്മളെപ്പോഴും തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കെതിരെ നമുക്ക് പോരാടേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ സബറോടുകൂടി, ക്ഷമയോടുകൂടി പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെയും സ്വന്തം നഫ്സും അത് തിന്മകളെ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നഫ്സു അമ്മാറത്തും ബിസ്സു, ഓരോ മനസ്സും തിന്മകൾ ചെയ്യണമെന്ന്, തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യണം എന്നുള്ളത് അവനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെതിരെ എല്ലാം സഹോദരങ്ങളെ നമുക്ക് ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രയാസമുള്ള ജിഹാദാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുന്നതിനേക്കാളും പ്രയാസമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടുള്ള ജിഹാദ് എന്നുള്ളത്.
ഈ ജിഹാദ് മുഴുവൻ മനുഷ്യർക്കും നിർബന്ധമാണ്. ആണിനും പെണ്ണിനും പ്രായപൂർത്തി എത്തുന്നത് മുതൽ മുഴുവനും ഈ ഒരു ജിഹാദിലായിരിക്കണം അവന്റെ മരണം വരെ. ഇത് വളരെ ദൈർഘ്യമുള്ള ജിഹാദും കൂടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമുള്ള ഒരു ജിഹാദാണ്. ഇതിന് പ്രത്യേക നിബന്ധനകൾ ഒത്തുവരേണ്ടതില്ല. എല്ലാവർക്കും ഇത് ബാധ്യതയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ജിഹാദു ലിയമൂത ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം ആഗ്രഹിച്ചുകൊണ്ട് സ്വശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന ജിഹാദുണ്ട്. ഇതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഇസ്ലാം വലിയ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നിലക്ക് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങുന്നത് ഈ ജിഹാദിനെ കുറിച്ചാണ്. സഹോദരങ്ങൾ, എന്താണ് ഈ ജിഹാദ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ മാത്രം നടക്കേണ്ട അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമുറയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത് ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കൽ മാത്രമാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇസ്ലാമിന് ജിഹാദ് എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതല്ല. ഇസ്ലാം ഒരിക്കലും അതിനു വേണ്ടിയിട്ടല്ല ജിഹാദിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്തവനെ യുദ്ധം ചെയ്ത് അവന്റെ ഏരിയ പിടിച്ചെടുക്കുക, അപ്പുറത്തവനെ യുദ്ധം ചെയ്ത് അങ്ങനെ രാജ്യാതിർത്തി വർദ്ധിപ്പിക്കാനുള്ള ഭൗതികമായ നീക്കങ്ങളുടെ ഒരു പടയൊരുക്കവുമല്ല ജിഹാദ് എന്ന് പറയുന്നത്. മറിച്ച് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കഴിയണം, സ്വാതന്ത്ര്യം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ഒരാളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അവൻ ഇസ്ലാമിലേക്ക് വരാനുള്ള മാർഗങ്ങൾ എളുപ്പമായിരിക്കണം. അതുപോലെ ഇസ്ലാം അവനിലേക്ക് എത്താനുള്ള മാർഗവും എളുപ്പമായിരിക്കണം. അതിനെ തടയിടാൻ പാടില്ല. എല്ലാവർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാർഗങ്ങൾ എളുപ്പമാക്കുക, അങ്ങനെ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് ജിഹാദ്. അതല്ലാതെ സഹോദരങ്ങളെ, ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. കാരണം ആളുകളെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് പിടിച്ചു വലിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ മുസ്ലിം ആകാൻ സാധിക്കുകയില്ല. കാരണം അവന്റെ ഖൽബ് കൊണ്ട് അവൻ മുസ്ലിം ആകേണ്ടതുണ്ട്. അവൻ ബാഹ്യമായി മുസ്ലിമീങ്ങളെ പോലെ ഇവിടെ അഭിനയിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും കിട്ടാനില്ല. അവന്റെ ഖൽബ് കൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതല്ലാതെ അവന് ബാഹ്യമായി ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് ഇസ്ലാം എത്താനുള്ള മാർഗം എളുപ്പമാക്കുക എന്നുള്ളതാണ്, അതിലുള്ള തടസ്സം നീക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാനുള്ള മാർഗങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതില്ലാതാക്കി കളയുക എന്നുള്ളതാണ്. അതല്ലാതെ ആളുകളെ കൊന്നൊടുക്കി ഒരുപാട് പേരെ അങ്ങനെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. അത് ഈ കഴിഞ്ഞ 1400 വർഷത്തെ മുസ്ലിമീങ്ങളുടെ ജിഹാദ് പരിശോധിച്ച് നോക്കിയാൽ എത്ര പേര് ഇസ്ലാമിക ജിഹാദിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. വളരെ കുറവാണ്. എന്നാൽ ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ കാര്യം അത് വൈരുദ്ധ്യാത്മകമാണ്. അവർ ഉണ്ടാക്കുന്ന ഈ പറയുന്ന കൂട്ടക്കുരുതികളും മറ്റുമൊക്കെ, പ്രത്യേകിച്ചും മതനിരാസകരായ ആളുകൾ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളുടെ എണ്ണം കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോകും. ലക്ഷങ്ങൾ, കോടികൾ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ആധുനിക കാലഘട്ടം വരെയും 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലുമൊക്കെ എത്ര മനുഷ്യരാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഭൗതികമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും ഇത്രയും ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഉണ്ടാകുകയില്ല. മറിച്ച് ഇസ്ലാം ഒരു നാട്ടിലേക്ക് എത്തി, ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇസ്ലാം പ്രചരിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആളുകളെ കത്തി വെച്ച് കാണിച്ചിട്ട് മാത്രം പ്രയാസപ്പെട്ട് സ്വീകരിക്കേണ്ട, ആശ്ലേഷിക്കേണ്ട ഒരു ദീനല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ആളുകൾ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഉണ്ടാവുക. അതിനാരെങ്കിലും ഒക്കെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാം എത്താതെ അവിടെ പ്രയാസം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മാത്രം അവിടുന്ന് നീക്കം ചെയ്യുക. അതാണ് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആരെങ്കിലും അവർക്ക് പ്രയാസമാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ പ്രയാസങ്ങൾ അവിടെ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ അത് നീക്കം ചെയ്തു കൊടുക്കുക, ആളുകൾക്ക് എളുപ്പത്തിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള മാർഗം ഒരുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിന് നിബന്ധനകളുണ്ട്, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അഥവാ ഇതിന്റെ നിയ്യത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഭൗതികമായ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ജിഹാദിലൂടെ കിട്ടുന്ന ഗനീമത്ത് ലക്ഷ്യം വെച്ച് അങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുക, ഇതൊന്നും ഒരു ഭരണാധികാരിക്കും, നമ്മൾ ഈ പറയുന്ന നിബന്ധനകൾ മുഴുവൻ ആദ്യം ഭരണാധികാരിക്കും ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്കും വേണ്ടതാണ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ആ ഭരണാധികാരിക്ക്, മുസ്ലിം ഭരണാധികാരിക്ക് ജിഹാദ് ചെയ്യാനുള്ള ഖുദ്റത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ഭരണാധികാരി അതിനുവേണ്ടി പുറപ്പെടാൻ പാടുള്ളൂ. അതല്ലാതെ ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കൂട്ടക്കൊരുതിക്ക് കൊടുക്കാൻ പാടില്ല. ആ കൂട്ടക്കൊരുതിക്ക് കൊടുക്കാൻ പാടില്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ജിഹാദ് അല്ല. അവർക്ക് ശത്രുക്കളെ നേരിടാനുള്ള ആയുധവും ആ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവും അതുപോലെ ആൾബലവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിമുകൾ ജിഹാദിന് പോകാൻ പാടുള്ളൂ എന്നാണ്. അല്ലാതെ പോകാൻ പാടില്ല. ശക്തിയില്ലാത്ത ആളുകൾ ജിഹാദിന് അങ്ങനെ പോകാൻ പാടില്ല. അത് വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം സഹോദരങ്ങളെ, മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ജിഹാദ് കൊണ്ട് ലോകത്ത് വലിയൊരു ഫസാദ് ഉണ്ടാകാൻ പാടില്ല, വലിയൊരു അക്രമവും കുഴപ്പവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല ജിഹാദ്. പിന്നെ ഉദാഹരണമായി പണ്ഡിതന്മാർ പറയുന്നത്, യഥാർത്ഥത്തിൽ ഇതൊരു ജിഹാദ് അല്ല, ഇത് ജിഹാദ് ആണെങ്കിൽ പോലും വലിയ ഫസാദാണെന്ന് പറഞ്ഞാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ 2 ട്വിൻ ടവേഴ്സ് ഒരു ആളുകൾ വന്നിട്ട് അവര് അതിനെ തകർക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് ജിഹാദല്ല. ഒന്നാമത് അതിന് ജിഹാദ് ആണ് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് എന്തുണ്ടായി? 2 രാജ്യങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. 2 രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാനും ഇറാഖും എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളെ അവർ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അഥവാ പറഞ്ഞു വന്നത്, വലിയൊരു ഫസാദ് ഉണ്ടാകുകയാണെങ്കിൽ, ഒരു ജിഹാദ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്നാണ്. മുസ്ലിം ഭരണാധികാരി അത്തരം കാര്യങ്ങൾക്ക് പോയി അതിനുവേണ്ടി മുന്നൊരുങ്ങാൻ പാടില്ല. ഭരണാധികാരി അത്തരം കാര്യങ്ങൾക്ക് മുസ്ലിമീങ്ങളെ കൊണ്ട് പോകാൻ പാടില്ല. കാരണം ഇന്ന് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് പല ഗൾഫ് രാജ്യങ്ങളും എന്തുകൊണ്ട് ഇത്തരം പലസ്തീൻ വിഷയങ്ങളിലും മറ്റൊന്ന് ഇടപെട്ട് അവിടെ പോയി ആക്രമണത്തിനും അല്ലെങ്കിൽ ഇസ്ലാമികമായ ജിഹാദ് നടപ്പിൽ വരുത്തുന്നില്ല എന്നുള്ളത് സഹോദരങ്ങൾ ഒരു കൃത്യമായി ഈ കാര്യം പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇതുകൊണ്ട് വലിയ ഫസാദ് ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യങ്ങളിലും ഒരുപാട് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂട്ടക്കൊരുതിക്ക് കൊടുക്കുന്ന രൂപത്തിൽ കഴിവില്ലാതെ, ശക്തിയില്ലാതെ നമ്മൾ അതിലേക്ക് പോയി എടുത്തു ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യപരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ആളുകളെങ്കിലും ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ കുറവല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. ആ നിയമം പിന്നീട് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ എണ്ണം പോയി പിന്നീട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ദുർബലപ്പെട്ടു പോയ കാര്യമാണ്. പിന്നീട് മുസ്ലിമീങ്ങൾ എണ്ണം ഉണ്ടായാൽ മാത്രമേ യുദ്ധത്തിന് പുറപ്പെടാവൂ എന്നുള്ള നിയമം ഉണ്ട്. നാലാമത്തെ നിബന്ധന സഹോദരങ്ങളെ, അത് സത്യത്തിന്റെ കൊടിക്കീഴിലായിരിക്കണം. അഥവാ ഏതെങ്കിലും രൂപത്തിലുള്ള തീവ്രവാദികളുടെയോ ഖവാരിജുകളുടെയോ പിന്നിൽ പോയി യുദ്ധം ചെയ്യാൻ പാടില്ല. ഇന്ന് ദാഇഷിനെ പോലെയുള്ള, ISIS പോലെയുള്ള ഏതെങ്കിലുമൊക്കെ തീവ്രവാദ പ്രസ്ഥാനക്കാർ നമുക്ക് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ആക്രമിക്കാൻ പുറപ്പെടണം, നിങ്ങളൊക്കെ ഞങ്ങളുടെ കീഴിൽ ഒരുമിച്ച് ചേരൂ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ ചേരാൻ പാടില്ല. കാരണം അവർ സത്യത്തിന്റെ ആളുകളല്ല. അവർ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗോത്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഇപ്പൊ സൗദി അറേബ്യയിലെ ഒരു ഗോത്രം, അത് അവിടുത്തെ തൊട്ടടുത്ത രാജ്യത്തിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ഗോത്രത്തിന് വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ മുറവിളി കൂട്ടിയാൽ അതിന് കീഴിലും പോയി നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാതല തഹ്ത റായത്തി ഇൽമിയ്യ, ആരെങ്കിലും ഇൽമിയത്തായ ഒരു കൊടിക്കീയിൽ യുദ്ധം ചെയ്താൽ, പണ്ഡിതന്മാർ പറഞ്ഞത് റായത്തു ദലാൽ, വഴികേടിന്റെ കൊടിയാണത്. അതിന്റെ കീഴിൽ ആരെങ്കിലും യുദ്ധം ചെയ്യുന്നു, യഗ്ളബു ലിഅസബ, അവന്റെ കക്ഷിക്ക് വേണ്ടി അവൻ കോപിക്കുന്നു, വയദ്ഉ ഇലാ അസബ, അവന്റെ കക്ഷിയിലേക്ക് അവൻ ക്ഷണിക്കുന്നു, വയൻസുറു അസബ, അവന്റെ കക്ഷി അവൻ സഹായിക്കുന്നു, ഫഖുതില ഫഖിത്ലത്തുൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമായിരിക്കും വരിക്കുക. അതിന്റെ പേരിൽ ആ രൂപത്തിലുള്ള സഹോദരങ്ങളെ പാടില്ല. മറിച്ച് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയമായിരിക്കും. ഇങ്ങനെയുള്ള ഏതെങ്കിലും കക്ഷിയുടെ കൂട്ടത്തിൽ പോയി യുദ്ധം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അഞ്ചാമത്തെ നിബന്ധന സഹോദരങ്ങളെ, അയ്യക്കൂന ദാലിക മഅ വലിയിൽ അംർ ഔ ബിഇദ്നി വലിയിൽ അംർ, ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ ജിഹാദ് ഉള്ളൂ. അതുകൊണ്ട് മുസ്ലിം ഭരണാധികാരികൾ ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ പോലെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിൽ പോലെ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ പാടില്ല. ഇനി നമ്മൾ ഇസ്ലാമിക രാജ്യത്താണെന്ന് വിചാരിക്കും. നമ്മൾ സൗദി അറേബ്യക്കാരാണ്, നമ്മൾ സൗദികളാണ്, നമ്മൾ ഖത്തരികളാണ്, നമ്മൾ ഇമാറാത്തികളാണ്. നമുക്ക് കുറച്ച് ആളുകൾക്ക് അവിടെ ഗ്രൂപ്പായി പോയിട്ട് ഏതെങ്കിലുമൊക്കെ തൊട്ടടുത്ത രാജ്യത്തിൽ ജിഹാദ് ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ ഭരണാധികാരി തീരുമാനിച്ചാൽ മാത്രമേ അവിടെയുള്ള ജനങ്ങൾക്ക് പോലും ജിഹാദിന് വേണ്ടി പുറപ്പെടാൻ പാടുള്ളൂ. ഭരണാധികാരിയാണ് ഫൈനൽ ഡിസിഷൻ പറയുക ജിഹാദ് വേണോ വേണ്ടെന്നുള്ളത്. അത് പണ്ഡിതന്മാർക്ക് പോലും അതിന് അനുവാദമില്ല. ആ നാട്ടിലെ മുഫ്തിക്ക് പോലും അനുവാദം ഇല്ല നമുക്ക് ജിഹാദിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ജിഹാദിന്റെ വിഷയത്തിൽ അൽ ഉലമാ യുർഷിദൂൻ വൽ ഉമറാ യഅ്മുറൂൻ, ഭരണാധികാരികൾ അവരാണ് കൽപ്പന പുറപ്പെടുവിക്കുക,
പണ്ഡിതന്മാർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ നിയമങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് ഫത്വ കൊടുക്കാൻ സാധിക്കുകയില്ല ജിഹാദിന് പോവാം എന്ന് പറഞ്ഞിട്ട് അത് ദീനുൽ ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിക ഭരണാധികാരി മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ആറാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞ നിബന്ധന റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടാകണം. മാതാപിതാക്കളുടെ തൃപ്തി ഇല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഏഴാമത്തെ കാര്യം അല്ല യകൂനൽ കാഫിറ ദാ അഹദിൻ, നമ്മൾ യുദ്ധം ചെയ്യുന്ന ആ കാഫിറായ ആൾ, എന്തായാലും മുസ്ലിമുകളോട് യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, ആ കാഫിറുകളായ ആളുകൾ ഒരിക്കലും തന്നെ ഉടമ്പടിയിൽ കഴിയുന്ന ആകാൻ പാടില്ല. ഉടമ്പടിയിൽ കഴിയുന്ന ആളുകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തും അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ കാഫിറുകളായ ആളുകൾ ജോലിക്കും മറ്റുമൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, യുദ്ധം പോയിട്ട് അവർ ഉപദ്രവിക്കുക എന്നുള്ളത് പോലും ഇസ്ലാം വലിയ വൻ പാപമായിട്ടാണ് കാണുന്നത്. അത്തരം ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയുമായി ആരെങ്കിലും ഒക്കെ യുദ്ധം ചെയ്യുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാമിക രാജ്യം ഒരു അവിശ്വാസിയായ ആളുകൾ, അവർ ഇസ്ലാമിന്റെ എത്ര വലിയ ശത്രുക്കളാകട്ടെ, അവർക്ക് വേണ്ട വിസയും ടിക്കറ്റൊക്കെ കൊടുത്ത് അയാളെ നാട്ടിലേക്ക് വന്നാല്, ഉദാഹരണത്തിന് ഞാൻ നമുക്ക് വളരെ വെറുപ്പുള്ള ആളായിരിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെയുള്ള ഭരണാധികാരികൾ, അവരാരെങ്കിലും ഒക്കെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അവിടെയുള്ള കുറെ നല്ല ആവേശമുള്ള മുസ്ലിമിനെ ഉപദ്രവിച്ച ഇയാളെ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അയാളെ പോയി ഇവിടെ വെച്ച് കൊല്ലാൻ പറ്റുമോ? അയാളെ ഉപദ്രവിക്കാൻ പറ്റുമോ? വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റുമോ? ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ഭരണാധികാരി ഒരു ആളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു വ്യക്തി അയാൾക്കൊരു അഭയം നൽകിയാൽ പോലും ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഇയാളെ മാനിക്കേണ്ടതുണ്ട്. അയാളെ തൊടാൻ അനുവാദം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ തോന്നുന്നത് പോലെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യുക എന്നുള്ളതല്ല സഹോദരങ്ങളെ. കാരണം ചിലരൊക്കെ ധരിച്ച് പോകുന്ന കാര്യമാണ്. അങ്ങനെ ധരിച്ച തീവ്രവാദ ചിന്തകൾ കയറിയ ചില ആളുകളൊക്കെ കാണും. അവർ ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട്, ഫ്രാൻസിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ ഒക്കെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ അവിടെ ഏറ്റവും ഹറാമുകൾ നടക്കുന്ന സ്ഥലം തന്നെ ആയിരിക്കും. അങ്ങനെ ഹറാമുകൾ നടക്കുന്ന പബ്ബുകളിലോ മറ്റൊക്കെ കയറി ബോംബ് വെച്ച് പൊട്ടിച്ച് കുറെ ആളുകളെ തകർക്കുക. ഇത് ഇസ്ലാം പറയുന്ന ജിഹാദ് അല്ല. കാരണം നിനക്ക് ആ രാജ്യം അവിടുത്തെ വിസ നൽകിയിട്ടുണ്ട് എങ്കിൽ, നിനക്ക് ആ രാജ്യം അവിടെയുള്ള പെർമിഷൻ എൻട്രി നൽകിയിട്ടുണ്ട് എങ്കിൽ നീ അവരുമായി ഉടമ്പടിയിലാണ്. അവിടെ പോയി ഒരു നിലക്കുള്ള യുദ്ധവും നിനക്ക് ചെയ്യാൻ അനുവാദമില്ല. ഇസ്ലാം അത് ജിഹാദായി പരിഗണിക്കുകയില്ല. നീ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജാഹിലിയ മരണം വഹിക്കുന്ന അവസ്ഥയായിരിക്കും നിനക്ക് ഉണ്ടാകുക. ആ രാജ്യം ഇസ്ലാമിന്റെ ശത്രു രാജ്യമാണെങ്കിലും ശരി, ഇസ്രായേൽ ആണെങ്കിലും ശരി, അവിടെ നിനക്ക് ടിക്കറ്റും വിസ ഒക്കെ എടുത്ത ഒരാൾ പോയി എന്ന് വിചാരിക്കുക, ടൂറിസ്റ്റ് വിസയിൽ. അവിടെ പോയിട്ട് അവിടെയുള്ള കുറച്ച് ജൂതന്മാരെയൊക്കെ ഒന്നായിട്ട് കൊന്നു കളയാം, അതുകൊണ്ട് ബോംബ് വെച്ച് പൊട്ടിച്ചു കളയാം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്ന ജിഹാദ് അല്ല. അങ്ങനെയുള്ള ഓരോ വ്യക്തികൾ തീരുമാനമെടുത്ത് പൊട്ടിത്തെറിക്കുകയോ വ്യക്തികൾ തീരുമാനമെടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളോ ചെയ്യുന്നത് തന്നെ അല്ല ഇസ്ലാം. ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഇസ്ലാമിന്റെ ജിഹാദ് വാദിഹാണ്, വളരെ വ്യക്തമായി പ്രകടമായ ഇസ്ലാമിക ഭരണാധികാരി, സൗദി അറേബ്യയുടെ ഭരണാധികാരി തീരുമാനിക്കുകയാണ്, ഞങ്ങളതാ പുറപ്പെടുകയാണ്, ഞങ്ങളതാ ഈ രാജ്യത്തിനോട് യുദ്ധം ചെയ്യാൻ. ഈ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ കൊടിക്കീയിൽ പട്ടാളത്തിന്റെ കീഴിൽ പോയി യുദ്ധം ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിക ജിഹാദ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകടമായ കാര്യമാണ്. എല്ലാം ഒളിഞ്ഞും മറഞ്ഞും കുറച്ച് ആളുകൾ കൂടി നിന്ന് എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ അവനെ കല്ലെറിയുക, അമ്പെറിയുക, ഇങ്ങനെയല്ല. അതൊരിക്കലും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും തീവ്രവാദ നിലപാടുകളിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ടാണ് പലരും ഇസ്ലാമിക ജിഹാദിനെ വിലയിരുത്തുന്നത്. ഈ വിഷയം കുറച്ച് വിശദീകരിച്ചത് ഇതിൽ പല തെറ്റിദ്ധാരണകളും ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇപ്പുറത്ത് ഇങ്ങനെ ഇസ്ലാം ജിഹാദൊന്നുമില്ല, ഇസ്ലാമിൽ അങ്ങനെ യുദ്ധമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അത് ശരിയല്ല. ഇസ്ലാമിൽ യുദ്ധം ഇങ്ങനെ ഇപ്പൊ പറയേണ്ടി വരുന്നത് പലപ്പോഴും വിമർശകരുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ 1300 വർഷങ്ങളായിട്ട് ഇസ്ലാമിന്റെ ജിഹാദിനെ കുറിച്ചിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും വിമർശിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ഇസ്ലാം ഏറ്റവും മഹോന്നതമായ രീതിയിലാണ് അതിന്റെ നിലപാടുകൾ അതിലുണ്ട്. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് വിമർശിക്കാൻ പോലും വകുപ്പില്ല. കാരണം അവർ നടത്തുന്ന യുദ്ധങ്ങളും കൂട്ടക്കൊരുതികളും ആക്രമണങ്ങളും എല്ലാം വളരെയധികം പൈശാചികമാണ്. അവർ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം അങ്ങനെയുള്ള കാര്യത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് വിമർശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ രൂപത്തിൽ ഇസ്ലാമിനെ വെറുതെ വിമർശിക്കുകയാണ്. ആ വിമർശനങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിലുള്ള കാര്യമില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. അത് ശരിയല്ല. അതിന്റെ നിബന്ധനകളോടുകൂടി ഇസ്ലാമിക ഭരണാധികാരിക്ക് അതിനുള്ള നിയമമുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അത് ഇസ്മത്തുദ്ദിമാ, രക്തം ഇസ്ലാം അതിന് പവിത്രത നൽകുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളിലൂടെ ഇസ്ലാം രക്തത്തിന് പവിത്രത നൽകുന്നു. ആളുകളുടെ രക്തം ചെയ്യുന്നത് ഇസ്ലാം വളരെയധികം ശക്തമായ ഭാഷയിൽ അതിനെ എതിർക്കുന്നു. ഒന്ന്, ഈമാനിലൂടെ ആളുകൾക്ക് ഇസ്ലാം രക്തത്തിന് സംരക്ഷണം നൽകുന്നു.
2 അമാനിലൂടെ, സംരക്ഷണം നൽകുന്നതിലൂടെ ഇസ്ലാം രക്തത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഈമാനിലൂടെ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിച്ചാൽ അവന്റെ രക്തം ഒരു നിലക്കും ചീന്താൻ പാടില്ല. അതവൻ കള്ളമാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നിയാൽ പോലും, യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും അവിടെ രക്തചീന്തലുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ പറയണം ഞാൻ എന്താ മുസ്ലിമായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവനെ പിന്നീട് വെടിവെക്കാൻ പാടില്ല, അവനെ കൊല്ലാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുപക്ഷത്തുണ്ടായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അത്രയും നേരം മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്നവനായിരുന്നു, മുസ്ലിമുകൾ ആക്രമിക്കാൻ നടക്കുന്നവനായിരുന്നു. പെട്ടെന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് പെട്ടു. വാൾ കൊണ്ട് വെട്ടാൻ ഒരുങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഉസാമ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ആള് അത് വെട്ടാതെ നിന്നു. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി ഈ വ്യക്തി വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു കൊന്നു ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഖതൽതഹു യാ ഉസാമ ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വ്യക്തി പറഞ്ഞതിന് ശേഷം ഉസാമ നീ ആ വ്യക്തിയെ കൊന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ ഖാലഹ തഅവൂദൻ, അല്ലാഹുവിന്റെ റസൂൽ ഇയാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശഖത്ത അൻ ഖൽബി, നീ അയാളുടെ കൽബ് തുറന്നു നോക്കിയോ? അയാളുടെ കൽബിലുള്ളത് നിനക്കറിയുമോ? നീ എങ്ങനെയാണ് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളത്? അപ്പൊ പെട്ടെന്നായി ഇസ്ലാം സ്വീകരിക്കാൻ തോന്നിയിട്ട് സ്വീകരിച്ചതാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കാനുണ്ടായത് അവസാനം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിനു ശേഷം മുസ്ലിമായ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയും പ്രയാസമായി ഉസാമ റളിയല്ലാഹു അൻഹുവിന്. അതായത് സഹോദരങ്ങൾ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന്റെ രക്തം പവിത്രമാണ്, അവൻ മുസ്ലിമാണ്, അവനെ കൊല്ലാൻ പാടില്ല. അപ്പൊ എവിടെയാണ് ഈ കാലഘട്ടത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞ പേരിൽ ISIS പോലെയുള്ള ദാഇഷിനെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ? മക്കയിലും മദീനയിലും വന്ന് മുസ്ലിമീങ്ങളായ ബാങ്ക് വിളിക്കുന്ന, നിസ്കരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളെ കൊല്ലുവാൻ യാതൊരു മടിയുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മദീനയിൽ പട്ടാളക്കാരായ ആളുകളുടെ ഇടയിലേക്ക് വന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവരാണ് ഈ രക്തദാഹികൾ എന്നുള്ളത് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇസ്ലാം പറയുന്നത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ബാഹ്യമായി പറഞ്ഞു, നമുക്ക് സംശയമുണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എങ്കിൽ പോലും അയാളുടെ രക്തം പവിത്രമാണ് എന്നാണ്, തൊടാൻ പാടില്ല. സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ മുഅ്മിനു മുഅ്നികൻ സാലിഹൻ മാ ലം യുസിബ് ദമൻ ഹറാമൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്നിക്കായിരിക്കും. മുഅ്നിക് എന്ന് പറഞ്ഞാൽ തവീലുൽ ഉനുഖ്, നീണ്ട കഴുത്തുള്ളവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടുന്നവനായിരിക്കും. മാ ലം യുസിബ് ദമൻ ഹറാമൻ, അവനൊരു ഹറാമായ രക്തം സ്പർശിക്കുന്നത് വരെ. ഫഇദാ അസാബ ദമൻ ഹറാമൻ ബല്ലഹ്, അവൻ ഹറാമായ രക്തം തൊട്ടിട്ടുണ്ടെങ്കിൽ ബല്ലഹ് ഐ ഇൻഖതഅ മിനൽ ഖൈർ, എല്ലാ ഖൈറിൽ നിന്നും അവൻ തടയപ്പെടും എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ ഇസ്ലാം സഹോദരങ്ങളെ കൊലപാതകത്തെ വിമർശിക്കുകയാണ്. വളരെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമം ആ വിഷയത്തിലുണ്ട്. ഇത് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നതാണ്. മുഅ്മിനായാൽ, സത്യവിശ്വാസിയാൽ അവനെ തൊടാൻ പാടില്ല. ഇനി കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം മിർത്തുൻ ഉഖാത്തിലൻ നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാഫിറുകളോട് യുദ്ധം ചെയ്യാമെന്നാണോ? സഹോദരങ്ങൾ, ഒരിക്കലുമല്ല. 3 രൂപത്തിലുള്ള കാഫിറുകളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഒന്നാമത്തത്, നമ്മളുമായി ഉടമ്പടിയിൽ കഴിയുന്ന കാഫിറുകളോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. നമ്മളുമായി ഉടമ്പടിയിൽ കഴിയുന്നത് അഹ്ദുള്ള ആളുകളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നമ്മൾ ദിമ്മിയായിട്ട് കഴിയുന്ന ആളുകൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാറില്ല. മുസ്ലിമീങ്ങൾ ഒരു രാജ്യത്തേക്ക് വന്ന് അവിടെ പിടിച്ചടക്കിയാൽ അവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കാം എന്ന് നമ്മൾ ജീവിച്ചോളാം, നമ്മൾ കാഫിറായിട്ട് അങ്ങനെ ജീവിക്കാം, കപ്പം തന്ന് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇസ്ലാമിക ഭരണകൂടത്തിന്. അവരെയും തൊടാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന കാഫിറുകളെ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സംരക്ഷണം നൽകിക്കൊണ്ട് ഇസ്ലാമിക രാജ്യത്തേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. GCC രാജ്യങ്ങളിലേക്കൊക്കെ ജോലിയും മറ്റുമൊക്കെ തേടിക്കൊണ്ട് പല ഇസ്ലാമിന്റെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ടൂറിനും അതുപോലെ പഠനത്തിനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ വരുന്നുണ്ട്. ഇവരെ ഒന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൊടാൻ പാടില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും രക്തത്തിന് ഇസ്ലാം പവിത്രത നൽകുന്നു. ഇത് ദീനിന്റെ നിയമമാണ്. നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇത് ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്, വളരെ കണിശമാണ് ദീനുൽ ഇസ്ലാം അത്തരം കാര്യങ്ങളിലുള്ള നിയമം എന്ന് മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ, ഇസ്മത്തു അദ്ദം, രക്തവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പവിത്രത നൽകുന്നു എന്നുള്ള കാര്യം. കാരണം ഈ ഉമർത്തുൻ ഉഖാത്തിലൻ നാസ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇസ്ലാം എല്ലാവരും ഇങ്ങനെ രക്തം ചൊരിച്ചിലുണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇസ്മത്തുൽ അംവാൽ, സമ്പത്തിന്റെ കാര്യത്തിലും ഇസ്ലാം കണിശമായ നിയമങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തുഅ്തു സുഫഹാ അംവാലകും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമ,
നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നൽകിയിട്ടുള്ള സമ്പത്ത് വിഡ്ഢികളെ നിങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല. സമ്പത്തിന്റെ വിഷയം അങ്ങനെ വളരെ ഗൗരവ. വിഡ്ഢികളെ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് അത് ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ ഇന്നാ അൻസൽനൽ മാല ലിഇഖാമത്തിസ് സലാ വ ഈതാഇസ് സക്കാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ നമുക്ക് നൽകിയിട്ടുള്ളത് നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സമ്പത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. സമ്പത്ത് അന്യായമായി ദൂർത്തടിച്ച് കളയുക, അതല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ ശ്രദ്ധിക്കാതെ വിടുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വളരെ കണിശമാണ്. അന്യായമായ ഒരു രൂപ പോലും സഹോദരങ്ങളെ ഒരാളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ അനുവാദമില്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അൽ മുആമലതു ഫി ദുനിയ ബിഹസബിൽ ളാഹിർ. ദുനിയാവിൽ ആളുകളുമായി പെരുമാറേണ്ടത് ബാഹ്യമായി അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മൾ അവരുടെ ഹൃദയം തുറന്നു നോക്കി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ എന്താണ് അവർ ബാഹ്യമായി പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരോട് നമ്മൾ പെരുമാറുക. മുസ്ലിം ആണെന്ന് പറയുന്നവരോട് മുസ്ലിമിന്റെ ഹുക്കും, അവനോട് സലാം പറയും, അവനെ എല്ലാ രൂപത്തിലും അവനോട് നമ്മൾ മുസ്ലിമായിട്ട് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ അവരോട് ഉള്ളിൽ അന്വേഷിച്ചു പോകുക എന്നുള്ളത് വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉമർ അൻ ഉനഖിബ അൻ ഖുലൂബിൻ നാസ്. ജനങ്ങളുടെ കൽബ് തുറന്നു നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ ബാഹ്യമായി വെച്ചിട്ടാണ് ആളുകളൊക്കെ നമ്മൾ പെരുമാറുക. എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങളൊക്കെ ഊഷ്മളമാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാഹ്യമായിട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പെരുമാറേണ്ടത്. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന രൂപത്തിൽ ചിന്തകൾ നമുക്ക് വേണ്ടതില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അഞ്ചാമത്തെ പോയിന്റ്, അൽ ഹിസാബു യൗമൽ ഖിയാമത്തി അനിൽ ബാത്തിൻ വല്ലാഹ്. ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ പരിഹരിച്ചാലും ഇങ്ങനെ പരിഗണിച്ചാലും ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ഉള്ളും പുറവും വിചാരണ ചെയ്യും. നീ മുസ്ലിമാണെന്ന് പറഞ്ഞത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നോ അല്ല മുനാഫിഖായിരുന്നോ? അള്ളാഹുവിനാണ് അറിയുക, നമുക്കറിയാൻ സാധിക്കുകയില്ല. ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി വിചാരണ ചെയ്യുന്നതാണ്. റബ്ബിന്റെ അടുക്കൽ ഉള്ളെന്നോ പുറമെന്നോ വ്യത്യാസമില്ല. നിന്റെ പുറവും ഉള്ളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അത് വിചാരണ ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതുവരെയും വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് സാക്ഷ്യം വഹിക്കുന്നതുവരെയും വ യുഖീമസ് സ്വലാത്ത് വ യുതു സക്കാത്ത്, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുന്നതുവരെയും അവരുടെ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. ഇതൊക്കെ അവർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ അവസാനം പറഞ്ഞു, ഇല്ല ബിഹഖിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ന്യായപ്രകാര നിയമം ഉണ്ടെങ്കിൽ അവനെ കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്നവരാണെങ്കിലും നിസ്കരിക്കുന്നവരാണെങ്കിലും സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിലും ഹഖുൽ ഇസ്ലാം ഉണ്ട്. ഒരു വ്യക്തി മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം അയാൾക്കുള്ള ശിക്ഷ വിധിക്കുക, അയാളെയും അതുപോലെ കൊല്ലുക എന്നുള്ളതാണ്. അതാണ് ഇല്ലാ ബിഹഖിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കുന്നില്ല, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മാത്രമേ ഈ പറയുന്ന മുഴുവൻ നിയമങ്ങളുള്ളൂ എന്ന് ആവർത്തിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് പറ്റൂല. അത് ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, ഇസ്ലാമിക ഭരണകൂടത്തിന് അയാൾക്കെതിരെയുള്ള ശിക്ഷ നൽകാം. അയാളുടെ സമ്പത്തിന്റെ പകുതിയും കണ്ടുകെട്ടാം. സക്കാത്ത് അയാൾ ഇസ്ലാമിക ഭരണകൂടത്തിനെ ഏൽപ്പിക്കുന്നില്ല എങ്കിൽ പകുതിയും കണ്ടുകെട്ടാം. അതുകൊണ്ടാണ് ഇല്ലാ ബിഹഖിൽ ഇസ്ലാം. ഈ സമ്പത്തും ഈ പറയുന്ന രക്തവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത് അത് അസ്ൽ അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിന്റെ ന്യായപ്രകാര നിയമം അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാം, അയാള് അത് സ്വീകരിക്കാം, അയാളിൽ നിന്നും എടുക്കാം എന്നുള്ള കാര്യമാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എട്ടാമത്തെ ഹദീസ്.